എഡ്യൂസ്മാർട്ട് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4 വർഷ ഡിഗ്രി കോഴ്സിന്റെ ആദ്യ വർഷം പൂർത്തീകരിച്ചവർക്ക് മേജർ വിഷയം മാറ്റാനും കോളേജ് മാറ്റത്തിനും സർവകലാശാല മാറ്റത്തിനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അംഗീകരിച്ചതായി മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ, കേരള MG, കാലിക്കറ്റ്, കണ്ണൂർ, മലയാളം, കുസാറ്റ്, കാലടി, ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനതല മോണിറ്ററിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ നടപടിക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലകൾ വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിക്കും. മേജർ മാറ്റത്തിനായി അടുത്ത അക്കാദമിക് വർഷത്തിന്റെ ആദ്യ പ്രവൃത്തി ദിനം ഓരോ വിഷയങ്ങളിലുമുള്ള ഒഴിവുകൾ കോളേജുകൾ പ്രസിദ്ധീകരിക്കും. ആവശ്യമെങ്കിൽ കോളേജുകളിൽ 10%-ലധികം സീറ്റ് ലഭ്യമാക്കും. മൈനറായോ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിലോ പഠിക്കുന്ന വിഷയങ്ങളിലേക്കാണ് മേജർ മാറ്റാൻ സാധിക്കുക. മേജർ മാറ്റം ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ ആദ്യ 2 സെമസ്റ്ററുകളിലെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തി കോളേജുകളിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ഒരു വിദ്യാർത്ഥി മാറിപ്പോകുന്ന സീറ്റിലേക്കും പ്രവേശനം നടത്താം. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള മാതൃകാ ഏകീകൃത അക്കാദമിക് കലണ്ടർ അംഗീകരിച്ചു. 1ാം സെമസ്റ്റർ ക്ലാസുകൾ ജൂലൈ 1-ന് ആരംഭിക്കും. 1-3 സെമസ്റ്റർ പരീക്ഷകൾ നവംബർ 3 മുതൽ 18 വരെയും 2-4 സെമസ്റ്റർ പരീക്ഷകൾ 2026 ഏപ്രിൽ 6 മുതൽ 24 വരെയും നടത്തും. 1-3 സെമസ്റ്റർ ഫലം ഡിസംബറിലും 2-4 സെമസ്റ്റർ ഫലങ്ങൾ 2026 മെയ്യിലും പ്രസിദ്ധീകരിക്കും. 4 വർഷ ബിരുദ പ്രോഗ്രാം കൂടുതൽ ഫലപ്രദമാക്കാൻ സംസ്ഥാനത്തെ മുഴുവൻ കോളേജ് അധ്യാപകർക്കും പരിശീലനം നൽകാനുള്ള പദ്ധതി യോഗം അംഗീകരിച്ചു. 6 മാസത്തിനുള്ളിൽ പരിശീലനം പൂർത്തീകരിക്കും. കോളേജ് തലത്തിൽ മേജർ വിഷയമാറ്റങ്ങൾക്ക് ശേഷം ഒഴിവ് വരുന്ന സീറ്റുകൾ സർവകലാശാലയെ അറിയിച്ച് ഒഴിവുകൾ പ്രസിദ്ധീകരിക്കും. തുടർന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിച്ച് പ്രത്യേക റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി കോളേജുകൾക്ക് നൽകും. കോളേജുകളാണ് പ്രവേശന നടപടി പൂർത്തിയാക്കുക. പഠിക്കുന്ന സ്ഥാപനത്തിൽ റാഗിങ്ങിന്റെ പേരിൽ ഉൾപ്പെടെ അച്ചടക്ക നടപടികൾ നേരിട്ടിട്ടില്ലെന്ന സാക്ഷ്യപത്രം വിദ്യാർത്ഥി ഹാജരാക്കണം. ആദ്യ 2 സെമസ്റ്ററുകളിൽ മുഴുവൻ കോഴ്സുകളും വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സർവകലാശാല മാറ്റത്തിന് അപേക്ഷിക്കാം. കേരളത്തിന് പുറത്തു നിന്നുള്ളവരുടെ അപേക്ഷകൾ സർവകലാശാല പഠന ബോർഡ് പരിശോധിച്ച് വിദ്യാർത്ഥി ആവശ്യമായ ക്രെഡിറ്റ് നേടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തി 3ാം സെമസ്റ്റർ മുതൽ പഠിക്കാൻ ശുപാർശ ചെയ്യും. കോളേജ് തലത്തിൽ പ്രവേശന നടപടികൾ പൂർത്തീകരിക്കും. മെച്ചപ്പെട്ട കോഴ്സുകൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പുതിയ മൈനർ കോഴ്സുകൾ സർവകലാശാലകൾ തയ്യാറാക്കും. മേജർ വിഷയ പഠനം ആഴമുള്ളതാക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള പുതിയ കോഴ്സുകളാണ് തയ്യാറാക്കുക. രാജ്യത്തെ മികച്ച സ്ഥാപനങ്ങളിൽ ലഭിക്കുന്ന തരത്തിലുള്ള കോഴ്സുകൾ കേരളത്തിലെ കലാലയങ്ങളിൽ ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ സംബന്ധമായ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി എഡ്യൂസ്മാർട്ട് സൊല്യൂഷൻ സബ്സ്ക്രൈബ് ചെയ്യുക.